തിരുവനന്തപുരത്തെ പൂവാർ ഐലൻഡ് റിസോർട്ട്സിൻ്റെ MD ആയിട്ടുള്ള ശ്രീ MR നാരായണനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ സമ്മിറ്റ് ഇൻവെസ്റ്റ് കേരള ഒരുപാട് കാലമായി ഇത്തരം പല പരിശ്രമങ്ങളെയും കണ്ടിട്ടുള്ളയാളാണ്. അതുപോലെ സൗത്ത് കേരള ഹോട്ടലേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഒരു ചേംബറുമായിട്ടൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏത് തരത്തിലാണ് ഇത് മൈൽ സ്റ്റോൺ ആവുന്നത്? ഇപ്പം ഇത് നമ്മുടെ KSIDCയുടെ ചെയർമാൻ ഇന്നലെ പറഞ്ഞു ഇതൊരു മൈൽ സ്റ്റോൺ സമ്മിറ്റാണെന്നാണ് പറഞ്ഞത്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എവിടെയാണ് ഇത് വളരെ ഡിഫറൻ്റ് ആവുന്നത്? ഇതിൻ്റെ സാധ്യതകൾ എന്താ? കോവിഡ് കഴിഞ്ഞിട്ട് ടൂറിസം മേഖല വളരെയധികം ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ടൂറിസത്തിനോട് കൂടുതൽ താല്പര്യങ്ങളും യാത്രകൾ കൂടി, സ്പെൻഡിങ്, ആ മേഖലയിൽ സ്പെൻഡിങ് കൂടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് റൂംസ് തികയാതെ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. ഞാൻ അതിലൊരു കാര്യം ചോദിച്ചോട്ടെ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സംസാരിക്കുമ്പോഴാകട്ടെ, UAEയുടെ ഫിനാൻസ് മിനിസ്റ്റർ സംസാരിക്കുമ്പോഴും ഒക്കെ കേരളത്തിൻ്റെ ടൂറിസത്തെക്കുറിച്ച് പീയൂഷ് ഗോയൽ കുറച്ചുകൂടി കേരളത്തിൽ മന്ത്രി രാജീവ് പറഞ്ഞില്ല 51 5 സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിലുണ്ട് എന്നൊക്കെ പറയുമ്പം വല്ലാതെ എക്സൈറ്റഡ് ആവുന്നത് കണ്ടു കേന്ദ്രമന്ത്രി. രാജ്യത്തെ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ്, കേരളം ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ഗ്രോ ചെയ്യാൻ, താങ്കൾ ഈ പറഞ്ഞ പോലെ സ്പെൻഡിങ് കൂടി, ആളുകൾ യാത്ര കൂട്ടി, അപ്പോൾ അതിനുള്ള സാധ്യത ഹോട്ടൽ രംഗത്ത് അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു എന്നാണോ? വളരെയധികം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5 സ്റ്റാർ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഹൈ എൻഡ് ടൂറിസത്തിലേക്ക് ഇനിയും പൊട്ടൻഷ്യലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആളുകളുടെ ടേസ്റ്റ് മാറിയെന്നാണോ? ടേസ്റ്റ് മാറിയെന്ന് മാത്രമല്ല, കേരളത്തിലാണ് നമ്മൾ പല വിധത്തിലുള്ള ടൂറിസം, ഒരു വെറൈറ്റി കേരളത്തിന് ഓഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാൽഡീവ്സിൽ പോവുകയാണെങ്കിൽ അവിടെ കടലും കോട്ടേഴ്സും മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കടലുണ്ട്, നമ്മുടെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, വാട്ടർവേസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂറിസം പൊട്ടൻഷ്യൽ, ഒരു വല്ലാത്തൊരു ടൂറിസം സർക്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈവൻ ഗോവയ്ക്ക് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്കൊന്ന് രാജ്യത്തെ ഒരു സ്റ്റേറ്റിനും ടൂറിസം സെക്ടറിൽ, കാരണം ഇവരൊക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഇമ്മൻസ് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നത് കേട്ടു. നമുക്ക് ഒരു എതിരാളി ഇല്ലാത്തവണ്ണം നമ്മൾ വളരെ മുമ്പിൽ തന്നെ ടൂറിസം സെക്ടറിൽ നിൽക്കുന്നു എന്നാണോ? അത് ഹോട്ടൽ ഇൻഡസ്ട്രി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം? പല കാര്യങ്ങളും നമ്മൾ കോവിഡ് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നമ്മൾ അടുത്ത ഒരു ഗോഡ്സ് ഓൺ കൺട്രി വേർഷൻ 2 കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ ട്രാവലർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് ആവശ്യം ഉള്ളതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ജനറേഷൻ ഓഫ് റിസോർട്ട്സ് ആണ് നമുക്കിനി കൊണ്ടുവരേണ്ടത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ജനറേഷൻ ഓഫ് റിസോർട്ട്സ്. ഞാനത് പറയുമ്പോൾ താങ്കളുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാണ് നമ്മൾ സംസാരിക്കാൻ ഇടയായത്. അതായത് കേരളം ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ട് ആലപ്പുഴയിലെ ചേർത്തലയ്ക്കടുത്തുള്ള പെരുമ്പളം ദ്വീപാണ്. അവിടെ ഒരു ഹ്യൂജ് മാസീവ് ബ്രിഡ്ജാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ പണി തീരാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് താങ്കളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് കേട്ടിരുന്നു. അവിടെ ഞങ്ങൾ ഒരു നോക്കുന്നത്, ഇപ്പോൾ പെരുമ്പളം ദ്വീപ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും എറണാകുളത്ത് നിന്ന്, അരൂരിൽ നിന്ന്. അതെന്താ ആലപ്പുഴ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നല്ല പറയും, ഇത്തിരി കുറവുള്ളത്. അങ്ങനെയല്ല, ഡിഗ്രേഡ് ചെയ്തു. ആലപ്പുഴ ഒരിക്കലും എൻ്റെ നാട് കുട്ടനാടാണ്. അങ്ങനെ കുട്ടനാട്ടിലെവിടെയാ? കുട്ടനാട് മങ്കൊമ്പിലാണ്. ഞാൻ അമ്പലപ്പുഴയാണ്. അതെ. അപ്പോൾ അതിനെ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ മീൻ ചെയ്യുന്നത്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് വന്ന് അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ കണ്ണിങ്ങനെയാണ് പോവുക. ലാൻഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് റിസോർട്ട്, ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് കുമരകത്ത് പോകുന്നു, അല്ലെങ്കിൽ ആലപ്പുഴ പോകുന്നു. അതിനുപരിയായിട്ട് നമ്മുടെ പെരുമ്പളത്ത് നാഷണൽ ഹൈവേ വൈഡനിങ് കൂടി, ദേശീയപാത കൂടെ വരുമ്പം ഒരു നെടുമ്പാശ്ശേരി ടു പെരുമ്പളം എത്ര സമയം? 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ. ഇപ്പോൾ കൂടുതൽ സമയം മേ ബി ഇപ്പോൾ ബോട്ടിലല്ലേ പോകാൻ പറ്റും. ഇപ്പോൾ പാലം വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാം. അപ്പം നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു ഹൈ എൻഡ് റിസോർട്ടാണ്. അതിനേക്കാട്ടിലും കൂടുതലായിട്ട് വി ആർ പ്ലാനിങ് ഇറ്റ് ആസ് ദി ഫസ്റ്റ് എനർജി ന്യൂട്രൽ റിസോർട്ട്സ് ഇൻ കേരള. എന്ന് പറയുമ്പോൾ സോളാർ എനർജി. വെള്ളമില്ലേ ചുറ്റും? വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഫ്ലോട്ടിംഗ് സോളാറും
അതും അതിലുള്ള പവറെല്ലാം ജനറേറ്റ് ചെയ്യും. യെസ്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇദ്ദേഹം ഒരു ഈ ഫ്ലോട്ടിംഗ് സോളാർ എനർജിയുടെ കാര്യത്തിലൂടെ അതിൻ്റെ ഒരു ആശാൻ കൂടിയാണ് കേട്ടോ. അത് മുമ്പ് ചെയ്ത ചില പ്രോജക്റ്റുകൾ കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഞാനത് ചോദിക്കുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ആളുകൾക്ക് തോന്നുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു വിശ്വാസ്യതയുണ്ട്, ഇത് നടക്കും. ആ നിലയ്ക്ക് താങ്കളുടെ ആ മേഖലയിലുള്ള ഒരു എക്സ്പെർട്ടൈസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാണാസുര സാഗർ ഡാമിൽ ഫ്ലോട്ടിംഗ് സോളാർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്തായിരുന്നു? അത് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ 4 വർഷം നല്ല ജനറേഷനുണ്ട്. പവർ ജനറേഷൻ കാര്യമാണ്. ജനറേഷൻ വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാതെ നല്ല ജനറേഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ NTPC കായംകുളത്തിൽ 40 മെഗാവാട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വളരെയധികം പൊട്ടൻഷ്യലുള്ള NTPC പവർ ജനറേഷനും അതിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. പക്ഷേ അവിടുത്തെ പിന്നെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന സോളാറിൽ നിന്ന് പവർ ജനറേഷൻ എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. അതെ, അത് ഈ നാപ്തായുടെ വില കൂടിയതുകൊണ്ടാണ് അവർക്കത്. പക്ഷേ അതിനും പോസിബിലിറ്റി ഉണ്ട്. ഞാൻ അതിനും പറ്റിയും ചിന്തിച്ചിട്ട് അവർക്കും കുറേ സജഷൻസ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ ആ പ്ലാന്റ് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ എക്സ്പീരിയൻസിൽ നിന്നിട്ടാണോ പെരുമ്പളത്തെ ഈ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ വരുന്നത്? പെരുമ്പളത്തെ എല്ലാം കൂടെ ഞങ്ങൾ ഒരു 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ എനർജി ന്യൂട്രലാണ്, അതുപോലെ പിന്നെ ഫ്ലോട്ടിംഗ് സോളാർ പിന്നെ റിസോർട്ടുണ്ട്. ഞങ്ങൾ സോളാർ ഓപ്പറേറ്റഡ് ഹൗസ് ബോട്ട്സ് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. വലിയൊരു ആയുർവേദ സെൻറ്റർ. സോ വി ആർ പ്ലാനിങ് ഇറ്റ് ആസ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ്. നെക്സ്റ്റ് ജനറേഷൻ റിസോർട്ടാണ്. വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ റിസോർട്ട്. ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഈ രാജ്യത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്രയും എല്ലാ ഫെസിലിറ്റിയും ഓഫർ ചെയ്യുന്ന റിസോർട്ട്സ് വേറെ. എത്ര എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവും? There will have more than 200. അവിടുത്തെ ലോക്കൽ ആളുകളെ അതിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് നമ്മൾ മെയിൻ ചെയ്തത്. പഞ്ചായത്തുമായിട്ടൊക്കെ നമ്മളിപ്പോഴേ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. അഗ്രി അവിടുത്തെ ആളുകൾക്ക് എങ്ങനെയാണ് കൂടുതൽ വെജിറ്റബിൾസും ബാക്കിയുള്ള അഗ്രി കമോഡിറ്റിയും നമ്മൾ ഹെൽപ്പ് ചെയ്ത്. കഞ്ഞിക്കുഴി പയറും ചേർത്തലയിലെ പച്ചക്കറിയൊക്കെ ഗുണം ചെയ്യും. ഓർഗാനിക് പച്ചക്കറിയുടെ നാടാണ്. ഓർഗാനിക് എല്ലാം കൊടുക്കും. ഒരു അഗ്രി ടൂറിസവും കൂടെ ഇൻക്ലൂഡ്. പിന്നെ അവിടെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ ടെമ്പിൾ ഫെസ്റ്റിവൽസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല കലയും പ്രോത്സാഹിപ്പിക്കും. അവിടെ നിൽക്കുന്ന ഒരാൾക്കൊന്ന് അർത്തുങ്കൽ പള്ളി പോകണമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, തൊട്ടടുത്തല്ല. അതെ. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ടൂറിസം കൊണ്ട് നമ്മൾ പെരുമ്പളത്ത്. ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ്? ഏത് ലെവലിൽ എപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം? CRZ ക്ലിയറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയ ഉടൻ തന്നെ വി വിൽ സ്റ്റാർട്ട്. പ്ലാനിങ് എല്ലാം കഴിഞ്ഞു, പ്ലാൻസ് എല്ലാം റെഡിയാണ്. ഇനി എക്സിക്യൂഷൻ ലെവലിലേക്കാണ്. ഈ അനുമതി കൂടി കിട്ടണം, CRZ അനുമതി അല്ലേ? എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു സക്സസ് വെച്ചിട്ടാവട്ടെ നമുക്ക് നമ്മുടെ അടുത്ത സംസാരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.